ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കേന്ദ്ര സൗധം ഒരിക്കൽ കൂടി ആക്രമണ വിധേയമായിരിക്കുന്നു. പവിത്രമായ ഒരു മന്ദിരത്തിനെന്ന പോലെ ഹീനമായ ഈ ആക്രമണത്തിനും പ്രതീകാത്മക സ്വഭാവമുണ്ട് എന്നുവെച്ചാൽ ഇത് ഈ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കും ജനാധിപത്യ സത്തയ്ക്കും നേരെയുള്ള കയ്യേറ്റമാണ്. 2001 പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അന്നത്തെ ആക്രമണത്തിന്റെ ശക്തിയോ രൗദ്രതയോ ബുധനാഴ്ച സംഭവത്തിന് ഇല്ലെങ്കിലും ഒട്ടും ഗൗരവം കുറച്ചു കാണാനാകില്ല. 2001 ഡിസംബർ 13 ഭീകരാക്രമണം പാർലമെന്റ് കവാടത്തിന് പുറത്താണ് നടന്നത്. മന്ദിരത്തിനകത്തേക്ക് കടക്കാനുള്ള അക്രമികളുടെ ശ്രമം സുരക്ഷാഭടന്മാർ തകർത്തു. പക്ഷേ ബുധനാഴ്ച സംഭവത്തിൽ അക്രമികൾക്ക് പാർലമെന്റിൽ സന്ദർശക ഗാലറിയിലേക്ക് അനായാസ പ്രവേശം ലഭിച്ചുവെന്നത് അതിഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഓരോ ഇന്ത്യക്കാരനെയും സ്തബ്ധനാക്കാൻ പോകുന്ന സുരക്ഷാ വീഴ്ചയാണിത്. രാജ്യത്തെ മർമ്മപ്രധാനമായ ഒരു കേന്ദ്രത്തിലെ സുരക്ഷാ സംവിധാനത്തിൽ പഴുതുകളുണ്ട് എന്നാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ആ പഴുതുകൾ അടയ്ക്കുകയും വീഴ്ചയ്ക്ക് ഉത്തരവാദികളെ കണ്ടെത്തി നടപടികൾക്ക് വിധേയമാക്കുകയും വേണം. 2001 ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ പാർലമെന്റിലെ സുരക്ഷാ കാര്യത്തിൽ അധിക ജാഗ്രത ഉണ്ടാകാറുണ്ട്. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചതിനാലാണ് കൂടുതൽ നടുക്കം. 2001 ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിനോ അതിനു മുൻപോ പാർലമെന്റിൽ ആക്രമണം നടത്തുന്നത് പന്നൂർ ഭീഷണി മുഴക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ്. അത് കണക്കിലെടുത്തുള്ള അധിക ശ്രദ്ധയും ബുധനാഴ്ച ഉണ്ടാകേണ്ടതായിരുന്നു. 2001 ഡിസംബർ 13 5 ഭീകരരാണ് പാർലമെന്റ് മന്ദിരം ആക്രമിച്ചത്. ചുവന്ന ലൈറ്റ് ഘടിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വ്യാജ സ്റ്റിക്കർ പതിപ്പിച്ച കാറിലെത്തിയ ഇവരെ സംശയം തോന്നി സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഉടനെ ഭീകരർ വാഹനത്തിൽ നിന്നിറങ്ങി വെടിവെപ്പ് തുടങ്ങി. സുരക്ഷാ ഭടന്മാരും ഭീകരരും തമ്മിൽ അരമണിക്കൂറോളം പരസ്പരം വെടിവെച്ചു. 5 ഭീകരരും കൊല്ലപ്പെട്ടു. 8 സുരക്ഷാ ഭടന്മാരടക്കം 9 പേർ അക്രമികളുടെ തോക്കിനിരയായി. സംഭവം പാക് ഭീകരാക്രമണമാണെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി LK അദ്വാനി പിന്നീട് പാർലമെന്റിനെ അറിയിച്ചു. തുടർന്ന് പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ഇന്ത്യ ഒരുങ്ങിയെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് നീക്കം ഉപേക്ഷിച്ചു. 4 പേരാണ് അന്നത്തെ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ജമ്മു കാശ്മീർ വിമോചന മുന്നണി KJLF യുടെ മുൻ പ്രവർത്തകൻ മുഹമ്മദ് അഫ്സൽ ഗുരു, ബന്ധു ഷൗക്കത്ത് ഹുസൈൻ ഗുരു, ഷൗക്കത്തിന്റെ ഭാര്യ അഫ്സൽ ഗുരു, ഡൽഹി സർവകലാശാല അധ്യാപകൻ SAR ഗിലാനി എന്നിവരായിരുന്നു അവർ. അഫ്സൽ ഗുരുവിനെ വെറുതെ വിട്ട വിചാരണ കോടതി മറ്റു 3 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഗിലാനിയെ പിന്നീട് ഡൽഹി ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. ഷൗക്കത്ത് ഗുരുവിനെ വധശിക്ഷ സുപ്രീം കോടതി 10 വർഷത്തെ കഠിന തടവായി കുറച്ചു. എല്ലാ നിയമസാധ്യതകളും അടഞ്ഞതിന് അഫ്സൽ ഗുരുവിനെ 2013 ഫെബ്രുവരി 9 തൂക്കിലേറ്റി. ബുധനാഴ്ച പാർലമെന്റിന് അകത്തും പുറത്തും അതിക്രമം കാണിച്ച 2 പേർ വീതമാണ് അറസ്റ്റിലായിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്പരം ബന്ധം പുലർത്തിയിരുന്നവരാണെന്നും ഏതെങ്കിലും സംഘടനയുമായി ബന്ധമില്ലെന്നും ഇവർ പറഞ്ഞതായാണ് ആദ്യ വിവരം. കാര്യമായ അപായങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. എന്നാലും സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, അക്രമികൾ ഏതെങ്കിലും ശൃംഖലയുടെ ഭാഗമാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വിപുലമായ അന്വേഷണം നടക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത്തരമൊരു സംഭവം ഇനി ഉണ്ടാവരുത് എന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം. പാർലമെന്റ് മന്ദിരത്തിലെ സുരക്ഷാ സംവിധാനത്തിൽ പുനഃപരിശോധകൾക്കും ഉടച്ചുവാർക്കലുകൾക്കും ഒട്ടും അമാന്തിച്ചുകൂടാ. നമ്മുടെ പ്രധാനമന്ത്രിയടക്കം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പൗരന്മാർ ജോലിയെടുക്കുന്ന സ്ഥലമാണിത്. ആ മന്ദിരത്തിന്റെ പ്രതീകാത്മക മൂല്യമാവട്ടെ വിലമതിക്കാനാകാത്തതാണ്. അങ്ങനെ ഒരിടം സുരക്ഷിതവും അഭേദ്യവുമാവണം. ലോക്സഭയ്ക്കുള്ളിൽ രാവിലെ മുതൽ തണുപ്പായിരുന്നു. ചോദ്യോത്തരവേളയിലും ശൂന്യവേളയിലും പതിവില്ലാത്ത തണുപ്പ്. ഭരണപ്രതിപക്ഷങ്ങൾ പോരടിക്കുമ്പോഴുണ്ടാകുന്ന ചൂട് പാടെ മാറി നിന്ന സമയം. ബഹളങ്ങളേതുമില്ല. പുറത്തെ ശീതം തടഞ്ഞു നിർത്താൻ സഭയ്ക്കുള്ളിൽ സംവിധാനങ്ങളുണ്ടെങ്കിലും വാർത്തകൾ കാര്യമായി ജനിക്കാത്ത സമ്മേളന സമയം മാധ്യമപ്രവർത്തകർക്ക് പൊതുവെ തണുപ്പൻ കാലമാണ്. സഭയ്ക്കുള്ളിൽ ഇരുപക്ഷത്തും ആളനക്കം കുറവായിരുന്നു. 6 ഗാലറികളുള്ള സഭയിൽ 1ാം ഗാലറിയും 6ാം ഗാലറിയും മാധ്യമപ്രവർത്തകർക്കുള്ളതാണ്. 2 ഗാലറികളിലും സാന്നിധ്യം വിരളം. മലയാള മാധ്യമങ്ങളിൽ നിന്ന് 3 പേർ, മറ്റു ഭാഷാപത്രങ്ങളിൽ ചിലർ. 2, 3, 4, 5 ഗാലറികൾ പൊതുദർശനത്തിലുള്ളതാണ്. 4, 5 ഗാലറികളിൽ നിറയെ സന്ദർശകരുണ്ടായിരുന്നു. പാർലമെന്റ് ആക്രമണത്തിന് രക്തസാക്ഷികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആദരാഞ്ജലി അർപ്പിച്ചായിരുന്നു സഭാ നടപടികൾ ആരംഭിച്ചത്. ശേഷം ചോദ്യോത്തരവേള. തുടർന്ന് തപാൽ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവതരിപ്പിച്ചു. തൊട്ടു പിന്നാലെ ശൂന്യവേള തുടങ്ങി. 12 മണിക്ക് ആരംഭിക്കുന്ന ശൂന്യവേള സാധാരണ നിലയിൽ 1 മണിക്ക് അവസാനിക്കേണ്ടതാണ്. എന്നാൽ 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് പിന്നിട്ടിട്ടും ശൂന്യവേള തുടർന്നു. പശ്ചിമബംഗാളിൽ നിന്നുള്ള BJP അംഗം ഗഗൻ മുർമു ശ്രദ്ധ ക്ഷണിക്കലുമായി സംസാരം തുടരുന്നു. പെട്ടെന്നാണ് 4ാം നമ്പർ ഗാലറിയിൽ നിന്ന് ഒരനക്കം. ഒരാൾ സഭാ ചേംബറിലേക്ക് കമ്പികളിൽ തൂങ്ങിച്ചാടി ഇറങ്ങുന്നു. നീല ജാക്കറ്റ് അണിഞ്ഞ അയാൾ 15 അടിയോളം താഴെയുള്ള ചേംബറിലെ അംഗങ്ങളുടെ ഇരിപ്പിടത്തിലേക്കാണ് വീണത്. അവിടെ നിന്ന് പൊടുന്നനെ അംഗങ്ങളുടെ ഇരിപ്പിടങ്ങൾക്കും മേശകൾക്കും മുകളിൽ ചവിട്ടി മുന്നോട്ട് നീങ്ങുന്നു. ചാടി സ്പീക്കറുടെ ഇരിപ്പിടം ലക്ഷ്യമാക്കിയുള്ള പരക്കം പാച്ചൽ. തൊട്ടു പിന്നാലെ മറ്റൊരാൾ കൂടി തൂങ്ങിയിറങ്ങി. ആ യുവാവ് വീണത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥയുടെ മുകളിൽ. വീണതിൻ്റെ വേദനയിൽ ഒരു കരച്ചിൽ ശബ്ദം. ആരെങ്കിലും വീണതാണോ എന്ന് സഭാ നടപടികൾ നിയന്ത്രിച്ചിരുന്ന പാനൽ അംഗം രാജേന്ദ്ര അഗർവാളിൻ്റെ ചോദ്യം. MP-മാരും മാധ്യമപ്രവർത്തകരും ഞെട്ടലോടെ പരസ്പരം നോക്കി. അതുവരെ തണുത്തിരുന്ന രംഗം പെട്ടെന്ന് തിളച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു സംഘം MP-മാർ ചാടി നീങ്ങുന്ന യുവാവിന് നേരെ നീങ്ങി. അപ്പോഴേക്ക് ഷൂവിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ഗ്യാസ് കനിസ്റ്റർ തുറന്ന് അയാൾ പുക ഉയർത്തി. വീണപ്പോൾ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയതിനാൽ രണ്ടാമനെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിലും അയാളും പരത്തി മഞ്ഞപ്പുക. സഭയ്ക്കുള്ളിൽ മുഴുവൻ മഞ്ഞപ്പുക. ഒപ്പം പരന്ന മണം മാധ്യമ ഗാലറിയിലേക്കും പടർന്നു.
യുവാക്കൾ രണ്ടുപേരും മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ടായിരുന്നു. ഏകാധിപത്യം തുലയട്ടെ എന്നായിരുന്നു അതിലൊന്ന്. എന്നാൽ എംപിമാരുടെ സംഘം വിട്ടില്ല. ഇരിപ്പിടങ്ങൾക്ക് മുകളിലൂടെ ചാടിയ സഭയുടെ നടുവിലെത്തിയ ഒന്നാമത്തെ യുവാവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തു മുന്നേ എംപിമാർ കാര്യമായി കൈകാര്യം ചെയ്തു. ഇടിയോടിടി. രാജസ്ഥാനിൽ നിന്നുള്ള രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി അംഗം ഹനുമാൻ ബേനിവാൾ, അമൃത്സറിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം ഗുർജിത് സിംഗ് ഓജ്ല, മുൻ കേന്ദ്രമന്ത്രി SS അലുവാലിയ, ഉത്തർപ്രദേശിൽ നിന്നുള്ള BSP അംഗം മലൂക് സാഗർ തുടങ്ങിയവരായിരുന്നു കൈകാര്യം ചെയ്യുന്നതിൽ മുൻനിരയിൽ. യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന പുകക്കുഴൽ ഓജ്ല വാങ്ങി ദൂരെ എറിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ യുവാക്കളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു. സഭാ നടപടികൾ നിർത്തിവെച്ചെങ്കിലും അമ്പരപ്പുമായി അംഗങ്ങളും മാധ്യമപ്രവർത്തകരും തെല്ലുനേരം തുടർന്നു. അപ്പോഴേക്ക് സ്പീക്കർ ഓം ബിർള സഭയിലെത്തി. കാര്യങ്ങൾ വിലയിരുത്തി. അംഗങ്ങളും മാധ്യമപ്രവർത്തകരും മടങ്ങിയപ്പോഴാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഭയ്ക്കുള്ളിൽ പരിശോധനയ്ക്കെത്തി. ലോക്സഭാ സന്ദർശന ഗാലറിയിൽ നിന്ന് രണ്ടുപേർ ലോക്സഭാ ചേംബറിലേക്ക് ചാടി. ബഹളം. സഭ നിർത്തിവെച്ചു. ഒരു വലിയ വാർത്തയിലേക്ക് ദിവസം അതോടെ കടന്നു. 2001 ഭീകരാക്രമണത്തിനും 2015 പെപ്പർ സ്പ്രേ ഉപയോഗത്തിനും ശേഷം പാർലമെന്റിൽ സാക്ഷ്യം വഹിച്ച മൂന്നാമത്തെ ആഘാതമായ സംഭവം മാറി. ജനാധിപത്യത്തിനും പത്രപ്രവർത്തനത്തിനും ഒരധ്യായം. ഒരു സ്ത്രീയടക്കം 6 പേരുൾപ്പെട്ട സംഘമാണ് പാർലമെന്റിനകത്തെ പ്രതിഷേധിക്കാൻ പദ്ധതിയിട്ടതെന്ന് പോലീസ്. സമൂഹ മാധ്യമങ്ങൾ വഴി 4 വർഷമായി പരസ്പരം അറിയുന്ന ഇവർ ഡൽഹി ഹരിയാന അതിർത്തിയിലെ ഗുരുഗ്രാമിൽ തങ്ങിയാണ് ഗൂഢാലോചനകൾ നടത്തിവന്നത്. 6 പേരും പാർലമെന്റിൽ കടക്കാൻ കുറച്ചുനാളായി ശ്രമിച്ചു വരികയാണെങ്കിലും 2 പേർക്കേ സന്ദർശക പാസ് ലഭിച്ചുള്ളൂ. അങ്ങനെയാണ് ഡോക്ടർ മനോരഞ്ജനും സാഗർ ശർമ്മയും ലോക്സഭയിൽ കടന്നത്. നീലം ദേവിയും അമോൽ ഷിൻഡെയും പുറത്ത് കാത്തിരുന്നു. സഭയ്ക്കകത്തെ പ്രതിഷേധത്തിനു പിന്നാലെ പുറത്തുള്ളവരും പൊതുമധ്യത്തിൽ മുദ്രാവാക്യം വിളിച്ചു. ഇവരെ വൈകാതെ തന്നെ പോലീസ് പിടികൂടി. ലളിത്, വിശാൽ എന്നിവരാണ് സംഘത്തിലെ മറ്റു 2 പേരെന്നും പോലീസ് കണ്ടെത്തി. ഗുരുഗ്രാമിലെ വസതിയിൽ നിന്ന് വിശാലിനെയും പിടികൂടി. പ്രതികളാരും ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. ഇവരുടെ ഫോണുകൾ തേടിവരികയാണ്. പ്രതികൾ ആരുടെയെങ്കിലും നിർദ്ദേശത്തിലാണോ പ്രവർത്തിച്ചതെന്നും ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പാർലമെന്റിനകത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള വൈകിട്ട് ലോക്സഭയെ അറിയിച്ചു. അംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കും. അതിഗൗരവമുള്ള വിഷയമാണ്. ഉന്നതതല അന്വേഷണം നടത്തും. അതിനനുസരിച്ച് നടപടി കൈക്കൊള്ളും. സഭയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിക്രമിച്ചു കടന്നവരെ അംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേംബറിലെ ഉദ്യോഗസ്ഥരും മറ്റെല്ലാവരും ചേർന്ന് പിടികൂടി. എല്ലാവർക്കും നന്ദി പറയുന്നു. 2001 പാർലമെന്റിന് നേരെയുള്ള ആക്രമണത്തെ എല്ലാവരും ചേർന്ന് ചെറുത്തിരുന്നു. സഭയ്ക്കുള്ളിലെ സുരക്ഷ വളരെ വിപുലമായി വിലയിരുത്തും. ഏതൊക്കെ തരങ്ങളിൽ സുരക്ഷ ശക്തമാക്കണമെന്ന് സഭാ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ പറഞ്ഞു. പാർലമെന്റിന്റെ സുരക്ഷാ വിഭാഗം, ഡൽഹി പോലീസ്, DRDO, NDRF തുടങ്ങിയ ഏജൻസികൾ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. യുവാക്കളെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല. തങ്ങൾക്ക് സംഘടനയില്ലെന്നും അടിച്ചമർത്തലിനോടുള്ള പ്രതിഷേധമാണെന്നും പിടിയിലായ യുവതി നീലം ദേവി മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ അശ്വനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, അനുപ്രിയ പട്ടേൽ തുടങ്ങിയവർ ഭരണപക്ഷ നിരയിലും രാഹുൽ ഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി, കനിമൊഴി, ശശി തരൂർ, NK പ്രേമചന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവർ പ്രതിപക്ഷ നിരയിലും ഉള്ളപ്പോഴായിരുന്നു യുവാക്കൾ ചാടിക്കയറിയ സംഭവം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ നിന്ന് തൊട്ടു മുന്നെയാണ് പോയത്. സ്പീക്കർ ഓം ബിർളയ്ക്കു പകരം പാനൽ അംഗം രാജേന്ദ്ര അഗർവാളാണ് സഭാ നടപടികൾ നിയന്ത്രിച്ചിരുന്നത്. സ്തബ്ധനായ അഗർവാൾ സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. സന്ദർശകരെ ഒഴിവാക്കി. സഭയ്ക്കുള്ളിൽ ഫോറൻസിക് സംഘം വിശദമായി പരിശോധന നടത്തി. ഉച്ചയ്ക്ക് 2-ന് വീണ്ടും ലോക്സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷം ആശങ്കയുണർത്തി. സംഭവത്തിൽ സർക്കാരിന്റെ രഹസ്യാന്വേഷണ വീഴ്ചയുണ്ടെന്ന് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് സഭ നിർത്തിവെച്ച സ്പീക്കർ 4-ന് കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്തു. സന്ദർശകർക്ക് വരും ദിവസങ്ങളിൽ സഭകളിൽ നിയന്ത്രണമുണ്ടാവും. 2001 ഭീകരാക്രമണത്തിന് ശേഷം കനത്ത സുരക്ഷാ വലയമുള്ള പാർലമെന്റിലേക്ക് ഗൂഢപദ്ധതിയുമായി 4 പേരെത്തുന്നത് മുൻകൂട്ടി അറിയാൻ കഴിയാത്തത് സുരക്ഷാ സംവിധാനത്തിന്റെ പാളിച്ചയായി. സന്ദർശക ഗാലറിയിലെത്തുന്നവർ ഒന്നനങ്ങിയാൽ പോലും തടഞ്ഞിരിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ 2 പേർ എഴുന്നേറ്റ് മുന്നിലേക്ക് പോയി സഭയിലേക്ക് ചാടുമ്പോഴും ഒന്നും ചെയ്യാനാവാത്തത് കാവൽ ചുമതലയുള്ള പോലീസിന്റെ വീഴ്ചയാണ്. ഗാലറിയിലിരുന്ന 2 പേർ എഴുന്നേറ്റു, മുന്നോട്ട് നടന്നു. തടസ്സമായി വെച്ചിരുന്ന കമ്പികളിൽ തൂങ്ങിക്കിടന്ന് താഴേക്ക് ചാടി. ഇത്രയുമായിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തടയാനായില്ല. തുടർന്ന് സഭയിലെ ഇരിപ്പിടത്തിന് മുകളിലൂടെ ചാടിപ്പോയപ്പോഴും അക്രമികളെ കീഴ്പ്പെടുത്തിയത് MP-മാരാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥരല്ല. പാർലമെന്റിൽ ഭീകരാക്രമണം നടന്ന 2001 മുൻപും സന്ദർശകർക്കും വാഹനങ്ങൾക്കും അകത്തു കടക്കൽ വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. MP-മാരുടെ ശുപാർശയിൽ വലിയ പരിശോധനയില്ലാതെ സന്ദർശക പാസ് ലഭിക്കും. വാഹന പരിശോധനയും കഠിനമായിരുന്നില്ല. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വ്യാജ സ്റ്റിക്കർ പതിച്ച കാറിലാണ് 2001 ഭീകരർ പാർലമെന്റിലെ ഗേറ്റ് വഴി അകത്ത് കടന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഭീകരാക്രമണത്തിന് ശേഷം സ്ഥിതി മാറി. MP-മാർ ശുപാർശ ചെയ്താലും കർശന പരിശോധനകൾക്ക് ശേഷമാണ് സന്ദർശക പാസ് നൽകുന്നത്, അല്ലെങ്കിൽ നൽകേണ്ടത്. സന്ദർശക പാസിലും വാഹനങ്ങളുടെ സ്റ്റിക്കർ ഹോളോഗ്രാം പതിച്ചിട്ടുണ്ട്. വാഹനത്തിന് അനുമതിയുണ്ടോ എന്ന് കമ്പ്യൂട്ടറിൽ അറിയാം. അനുമതിയില്ലാത്ത വാഹനം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് അകത്ത് കടന്നാലുടൻ റോഡിനടിയിൽ നിന്ന് ഉയർന്നു വരുന്ന സ്പൈക്ക് ബാരിയറുകൾ ടയറുകളിൽ തുളച്ചു കയറും. വാഹനത്തിന് പിന്നെ അനങ്ങാനാവില്ല. മുഖ്യപ്പിഴവ് ഗാലറിയിൽ. സഭാ ഗാലറിയിൽ സന്ദർശകരുടെ ഇരിപ്പിടത്തിന് 2 വശം സാധാരണ വേഷത്തിൽ പോലീസുകാരുണ്ടാവേണ്ടതാണെന്ന് ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി പറഞ്ഞു.
സന്ദർശകർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോയിട്ട് അനങ്ങിയാൽ പോലും പോലീസുകാർ ഉടനടി തടയണം. സന്ദർശകർ അനങ്ങുകയോ കൈ ഉയർത്തുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുന്നവരെ ഉടനടി പുറത്താക്കണം എന്നിരിക്കെ ലോക്സഭാ ഗാലറിയിലിരുന്നവർ നടത്തിയ അതിക്രമം എന്തുകൊണ്ട് തടയാനായില്ലെന്നതാണ് ചോദ്യം. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധക്കാർ ഉപയോഗിച്ച ഗ്യാസ് കാനിസ്റ്ററിന്റെ ഒഴിഞ്ഞ കൂടിനു വേണ്ടി ഒരു സംഘം ദൃശ്യമാധ്യമ പ്രവർത്തകർ തമ്മിൽ പിടിവലി. പാർലമെന്റിന് പുറത്തുള്ള പുൽത്തകടിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന ഗ്യാസ് കാനിസ്റ്ററിന്റെ ഒഴിഞ്ഞ കൂട് TV9 മാധ്യമപ്രവർത്തകനാണ് ആദ്യം കൈക്കലാക്കിയത്. തത്സമയ വാർത്തയ്ക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഏറെ നേരം കഴിഞ്ഞിട്ടും മറ്റു മാധ്യമപ്രവർത്തകർക്ക് ഇത് കൈമാറാൻ കൂട്ടാക്കിയില്ല. പലരും പിറകെ നടന്ന് കൈക്കലാക്കാൻ നോക്കിയെങ്കിലും നടക്കാതെ വന്നതോടെ CNN News 8 വനിതാ മാധ്യമപ്രവർത്തക കാനിസ്റ്ററിൽ പിടിയമർത്തി. ഈ പിടിവലി ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്നീട് വൈറലായി.